നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്, തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് ഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ IVF കൺസൾട്ടൻ്റ്. കഴിഞ്ഞ 45 വർഷമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് തെളിയിച്ച് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് IVF. കഴിഞ്ഞ 2 ദശകങ്ങൾ, 20 വർഷത്തിന് മുകളിലായിട്ട് കേരളത്തിൽ ധാരാളമായി സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഈ ചികിത്സയുടെ ലഭ്യത 10 മടങ്ങ് കൂടുകയും ധാരാളം സെൻറ്ററുകൾ, സർക്കാരും പ്രൈവറ്റുമായിട്ടുള്ള സെക്ടറുകളിൽ ധാരാളം സെൻറ്റേഴ്സിൽ ഈ ചികിത്സാ രീതി അവൈലബിൾ ആയിരിക്കുകയും ചെയ്തിട്ട് കൂടിയും ഇന്നും പലപ്പോഴും ഈ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചോ ഈ ചികിത്സയുടെ സുതാര്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചോ ഉള്ള പര്യാപ്തമല്ലാത്ത അറിവുകൾ കാരണം ഇന്നും പല ദമ്പതികളും സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായവും ധാരാളം സംശയങ്ങളുമുള്ള ഒരു ചികിത്സാ രംഗവുമാണ് IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ശിശു ചികിത്സാ മേഖല. IVFിലോട്ട് കടക്കും മുമ്പേ എന്താണ് വന്ധ്യത എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. വന്ധ്യതയുടെ ഡെഫിനിഷൻ, അതായത് വന്ധ്യത എന്നാൽ വിവാഹശേഷം ദമ്പതികൾ ഒരുമിച്ച് ഒരു നിരോധന മാർഗവും ഇല്ലാതെ ദാമ്പത്യ ജീവിതം പുലർത്തിയിട്ടും അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്ന ഒരു അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി കല്യാണം കഴിഞ്ഞ് 1 വർഷം കുഞ്ഞുങ്ങൾക്കായി ശ്രമിച്ചിട്ടും കൺസീവ് ചെയ്യുന്നില്ല അഥവാ ഗർഭധാരണം നടക്കുന്നില്ല എങ്കിലാണ് അടുത്തുള്ള വിശ്വാസമുള്ള ആധുനികമായ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിനെയോ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു ദമ്പതികൾ സമീപിക്കേണ്ടതും അവനവൻ്റെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ആവശ്യമായിട്ടുള്ള രക്തബീജ പരിശോധനകൾ, സ്ത്രീയുടെയും പുരുഷൻ്റെയും പരിശോധനകൾ ചെയ്യുകയും സ്കാൻ ചെയ്യുകയും ചെയ്ത് രോഗനിർണയം നടത്തുകയും ആ ഡോക്ടറുടെ ശാസ്ത്രീയമായിട്ടുള്ള ഉപദേശം സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. പലപ്പോഴും സാധാരണമായി കണ്ടുവരുന്നത് വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ ട്രൈ ചെയ്യുകയോ അഥവാ വിവാഹം കഴിഞ്ഞ് കുറച്ചധികം നാൾ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ ശ്രമിച്ചു തുടങ്ങുമ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ വിജയം കണ്ടെത്താതെ വരുമ്പോൾ ഉള്ള ഒരു പരിഭ്രമവും പരിഭ്രാന്തിയൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് എന്താണ് വന്ധ്യതയെന്നും എപ്പോഴാണ് നിങ്ങൾക്കൊരു ഡോക്ടറുടെ പടിവാതിൽക്കലിലേക്ക് സഹായം തേടി പോകേണ്ടതും എന്നും പിന്നെയും അടിവരയിട്ട് പറയുന്നത്. വന്ധ്യതയുടെ കാരണങ്ങൾ തിരയുകയാണെന്നുണ്ടെങ്കിൽ, ജനറലായിട്ട് പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ 30% കേസുകളിൽ സ്ത്രീയെ, ഭാര്യയുടെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാകും. അത് മുഴയോ സിസ്റ്റോ എൻഡോമെട്രിയോസിസോ പോളിസിസ്റ്റിക് ഓവറിയോ ട്യൂബിലുള്ള ബ്ലോക്കോ ഗർഭപാത്രത്തിലുള്ള പ്രശ്നങ്ങളോ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്യുവറായിട്ട് കേവലം സ്ത്രീയുടെ മാത്രം പ്രശ്നം കാരണം ഒരു 30% കേസുകളിലാണ് അങ്ങനെ കണ്ടുവരിക. മറ്റൊരു 30% കേസുകളിൽ കേവലം പുരുഷൻ്റെ മാത്രം ഒരു പ്രശ്നമായിരിക്കും. ഒന്നുകിൽ കൗണ്ട് സംബന്ധിച്ചുള്ള, കൗണ്ടിലുള്ള ചലനശേഷിയോ അല്ലെങ്കിൽ കൗണ്ടിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സെമൻ അനാലിസിസിൽ കൗണ്ടോ ചലനശേഷിയോ മോർഫോളജിയോ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പുരുഷൻ്റെ പ്രോബ്ലംസ് കാരണം മാത്രം ഉണ്ടാകുന്ന കേസസിൽ 30% അങ്ങനെയാണ്. മറ്റൊരു 30% കേസിൽ സാധാരണയായി കണ്ടുവരുന്നത് സ്ത്രീക്കോ പുരുഷനോ 2 പേർക്കും എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു അപര്യാപ്ത കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ ബാക്കി വരുന്ന 10% കേസുകളിൽ എത്രയേറെ മെഡിക്കൽ പരിശോധനകളോ ഇൻവെസ്റ്റിഗേഷൻസോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു ഫോൾട്ട് കണ്ടെത്താൻ കഴിയാത്ത 10% കേസുകളുണ്ട്. ഇതാണ് ഇഡിയോപ്പതിക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് കാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല. പരിശോധിക്കും തോറും 2 പേരും പരിശോധനയുടെ ഏതറ്റം വരെ പോയാലും നോർമലായിട്ടാണ് കാണുക. എന്നിരുന്നാലും നമ്മൾ എന്ത് ചികിത്സാ മാർഗം സ്വീകരിച്ചിട്ടും അവർ ട്രൈ ചെയ്തിട്ടും അത് നാച്ചുറലിലൂടെയോ അല്ലെങ്കിലോ കൺസീവ് ആകുന്നില്ല. ഇതിനെയാണ് ഇഡിയോപ്പതിക് ഇൻഫെർട്ടിലിറ്റി. അങ്ങനെ സ്ത്രീയുടെ കാരണത്താലോ പുരുഷൻ്റെ കാരണത്താലോ സ്ത്രീയുടെയും പുരുഷൻ്റെയും കാരണത്താലോ ഒരു കാരണമില്ലാതെയോ വന്ധ്യത കണ്ടുവരാറുണ്ട്. വന്ധ്യതയ്ക്കുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചൊരു തിരനോട്ടം നടത്തുകയാണെങ്കിൽ, വളരെ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ആശുപത്രിയിൽ വന്ന് ഒരു ദമ്പതി ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 തരം ചികിത്സാ സമ്പ്രദായങ്ങളാണ്
ജനറലായിട്ട് വന്ധ്യതാ ചികിത്സയ്ക്കുള്ളത്. ഒന്നിനെ നമ്മൾ നാച്ചുറലി നോക്കുക, ആശുപത്രി വന്നിട്ട് ചികിത്സ എടുത്തിട്ട് നാച്ചുറലി ട്രൈ ചെയ്യുക എന്ന് പറയും. രണ്ടാമത്തതിനെ IUI അഥവാ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജധാരണ ചികിത്സ എന്ന് പറയും. അതാണ് അടുത്ത സ്റ്റെപ്പ് ഓഫ് ചികിത്സ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് ചികിത്സ എന്ന് പറയുന്നത് IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന സാധാരണഗതിയിൽ IVF എന്നറിയപ്പെടുന്ന ചികിത്സാ സമ്പ്രദായമാണ്. ഈ 3 ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഇടയ്ക്ക് വരാവുന്ന മറ്റ് ചികിത്സാ സഹായിയായിട്ടുള്ള സമ്പ്രദായങ്ങളാണ് ട്യൂബ് ടെസ്റ്റ് അഥവാ HSG എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ മറ്റൊന്നാണ് കീഹോൾ സർജറി, ലാപ്പറോസ്കോപ്പി, കൃത്യമായി പറഞ്ഞ ഹിസ്റ്ററോസ്കോപ്പിയും ലാപ്പറോസ്കോപ്പിയും കൂടെ ചേർന്നിട്ടുള്ള ലാപ്പറോസ്കോപ്പി എന്ന് പറയുന്ന കീഹോൾ ശസ്ത്രക്രിയകൾ. ഇതല്ലാതെ മറ്റ് ഓപ്പറേഷൻസ്, അതായത് മുഴ കണ്ടെത്തി മുഴ നീക്കം ചെയ്യുക, സിസ്റ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റ് നീക്കം ചെയ്യുക എന്നീ പറയുന്ന സമ്പ്രദായങ്ങളെല്ലാം ഈ കീഹോൾ സർജറി എന്ന് പറയുന്ന മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ അടിയിൽ വരും. ചുരുക്കം പറഞ്ഞാൽ നാച്ചുറലി നോക്കാം, അല്ലെങ്കിൽ IUI നോക്കാം, അല്ലെങ്കിൽ IVF മാർഗത്തിലൂടെ നോക്കാം. ഞാൻ ഈ IVF എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു ഫ്രേസാണ് IVF. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് IVF എന്ന ചികിത്സാ സമ്പ്രദായത്തിൻ്റെ, IVF എന്ന പേരിൻ്റെ എക്സ്പാൻഷൻ. IVF എന്ന ടെസ്റ്റ് ട്യൂബ് ചികിത്സയ്ക്കകത്ത് IVF എന്ന് പറയുന്ന ചികിത്സയല്ലാതെ ICSI എന്ന് പറയുന്ന ചികിത്സ, IMSI എന്ന് പറയുന്ന ചികിത്സ, ഇതിനോടൊപ്പം തന്നെ പുരുഷവന്ധ്യതയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന മൈക്രോ TC, ടീസ, പീസ എന്നൊക്കെ പറയുന്ന സർജറി വഴി നമുക്ക് സ്പേം ബീജങ്ങൾ ഒരു പുരുഷൻ്റെ ഉള്ളിൽ നിന്നും എടുക്കാവുന്ന ചികിത്സാ മാർഗങ്ങളും ഈ IVF എന്ന് പറയുന്ന ബ്രോഡ് പേരിനുള്ളിൽ വരുന്ന ഒത്തിരി സബ്സെറ്റാണ്. അതിനുള്ളിൽ വരുന്ന പല ചികിത്സാ വ്യതിയാനങ്ങളാണ്. ഈ 3 മെത്തേഡുകളാണ് മെയിനായിട്ടുള്ളത്. എല്ലാവർക്കും ഉള്ള ചികിത്സ അല്ല IVF, അല്ലെങ്കിൽ എല്ലാവർക്കും തേടി വരേണ്ട ഒരു ചികിത്സ അല്ല IVF. പടിപടിയായിട്ട് ശാസ്ത്രീയമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ചികിത്സാ രീതിയിലൂടെ കടന്നു പോയിട്ട് അതെങ്ങനെ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ രോഗിയുടെ രോഗാവസ്ഥ, പ്രായം, അണ്ടശേഖരം, കൗണ്ട് എന്നീ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഏത് ചികിത്സാ മാർഗത്തിലൂടെ പോകണം എന്നുള്ളത്. അല്ലാതെ IVF എന്ന് പറയുന്നത് വന്ധ്യതാ ചികിത്സയുടെ ഒരു ഒറ്റമൂലി ആയിട്ടോ അല്ലെങ്കിൽ ഇതാണ് എല്ലാവർക്കുമുള്ള ചികിത്സ എന്നോ ഒരിക്കലും ആരും മനസ്സിലാക്കരുത്. മറ്റു മാർഗങ്ങളിലൂടെ പോയിട്ട് ക്രമമായി മറ്റു ചികിത്സാ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിജയം കണ്ടെത്താതെ വരുമ്പോഴാണ് നമ്മൾ അവസാനം IVF എന്ന ചികിത്സയിലേക്ക് ആശ്രയിക്കുന്നത്. എന്നാൽ ചില അസുഖങ്ങൾ ഉള്ള ദമ്പതികൾക്ക് നേരിട്ട് തന്നെ IVF അല്ലാതെ മറ്റ് ഒരു ചികിത്സാ മാർഗത്തിലൂടെയും ഒരു പക്ഷേ പോസിബിലിറ്റി കാണാറില്ല. അങ്ങനെ വരുന്ന വളരെ ചുരുക്കം അസുഖങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഈ സാധാരണഗതിയിലായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എത്രത്തോളം വിജയപരാജയ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരാശരി നമ്മൾ നാച്ചുറലായിട്ട് ആശുപത്രിയിൽ വന്ന് പരിശോധനകൾക്ക് ശേഷം അണ്ടോൽപാദനത്തിന് മെഡിസിൻ എടുക്കുകയും അതിനുശേഷം അണ്ടം വിരിയുന്നുണ്ടോ എന്ന് ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയുന്ന അൾട്രാസൗണ്ട് സ്കാൻ വഴി നോക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള അണ്ടവിസർജനത്തിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുകയും അതിനുശേഷം അണ്ടബീജ സങ്കലനം നടന്നതിന് ശേഷം അത് ഉറയ്ക്കാനുള്ള മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ ആൻഡ് ടൈംഡ് ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സാധാരണ ആളുകൾ ആശുപത്രി വന്നിട്ട് നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ 4 സ്റ്റെപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ചികിത്സാ രീതിയുടെ ശാസ്ത്രീയമായിട്ട് മാക്സിമം പോയാൽ 8 തൊട്ട് 12% വരെയാണ് ഒരു സൈക്കിളിൽ ശാസ്ത്രീയമായിട്ട് വിജയ സാധ്യതയുള്ളത്. IUI ചികിത്സ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 12 തൊട്ട് 14% വരെയാണ് ഒരു IUI സൈക്കിളിൻ്റെ ശരാശരി വിജയസാധ്യത. അതിനകത്ത് ആ സൈക്കിളിൽ സ്ത്രീക്ക് റിലീസാകുന്ന എത്ര അണ്ടങ്ങളുണ്ടെന്നുള്ളതും ആ ദിവസം IUI ചെയ്യുന്ന ദിവസമുള്ള പുരുഷൻ്റെ ബീജത്തിൻ്റെ കൗണ്ടും ചലനശേഷിയും നമ്മൾ വാഷിന് ഉപയോഗിക്കുന്നത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സ്പേം വാഷ് മീഡിയ മെത്തേഡ്സ് എന്നിവയൊക്കെ ഇതിനകത്ത് ഒരു ഘടകമാണ്. അപ്പോൾ ഇതാണ് ഒരു IUI അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സൈക്കിൾ എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിലുള്ള വിജയപരാജയ സാധ്യതകൾ. IUI എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. ചിലർ ആദ്യ സൈക്കിളിൽ തന്നെ വിജയം കണ്ടെത്താറുണ്ട്. ചിലർ 3, 4, 5 സൈക്കിളുകൾ അടുപ്പിച്ച് ചെയ്താൽ പോലും പരാജയം മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ IUI ഒരിക്കൽ ചെയ്ത് വിജയം കണ്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് IUI ചെയ്യുന്നത് നിർത്തി എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമാണ്. IUI ഒരു കോഴ്സാണ്. 3 അല്ലെങ്കിൽ 4 സൈക്കിൾസ് നമ്മൾ ചെയ്ത് നോക്കണം. അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് ബേസിക്കലി ഉള്ളത്. ഇനി ഏറ്റവും അധികം ചോദിക്കാറുള്ള IVFൻ്റെ വിജയപരാജയ സാധ്യത. ജനറലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ
യങ് ആയിട്ടൊരു കപ്പിളിന്, അതായത് 35 വയസ്സിന് താഴെയുള്ളൊരു കപ്പിളിന് നമ്മൾ IVF ചെയ്യുമ്പോൾ യൂഷ്വലി 45 തൊട്ട് 55% ഇടയ്ക്കാണ് നമുക്ക് ഒരു വിജയം എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു സൈക്കിളിൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക്. IVF ചെയ്താൽ 100% കിട്ടിക്കോളും എന്ന് ഒരിക്കലും ആരും, ഒരു കൺസൾട്ടൻറ്റും ആരും പറയാറില്ല. അത് അസത്യവുമാണ്. IVFനും എല്ലാ പ്രൊസീജിയേഴ്സിനും അതിൻ്റേതായ ശാസ്ത്രീയമായിട്ടുള്ള വിജയപരാജയ ശതമാനങ്ങളുണ്ട്. അപ്പോൾ IVFന് ഏതാണ്ട് ഒരു 45 മുതൽ 55% വരെയാണ് അതിൻ്റെ വിജയ ശതമാനം. ഏത് സൈക്കിളിൽ കുഞ്ഞുങ്ങളെ തിരിച്ച് നിക്ഷേപിക്കുന്നോ ആ സൈക്കിളിലുള്ള ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിൻ്റെ കട്ടി, നിക്ഷേപിക്കുന്ന ഭ്രൂണങ്ങളുടെ ക്വാളിറ്റി, ഇതെല്ലാം ആ സൈക്കിളിൻ്റെ വിജയപരാജയ സാധ്യതകളെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് ഒരിക്കലും IVF ചെയ്തുകൊണ്ട് 100% നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കൊള്ളുമെന്നോ അല്ലെങ്കിൽ IVF മാത്രമേ ഇതിന് ആശ്രയമായിട്ടുള്ളൂ വന്ധ്യതാ ചികിത്സയ്ക്ക് എന്നുള്ളത് ഒരു തെറ്റായ വിദ്യാധാരണയാണ്. IVF എന്ന് ജനറലായിട്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, IVF, ICSI, IMSI എന്ന് പറയുന്ന പല പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ആദ്യകാലങ്ങളിൽ വളർന്നതാണ് IVF എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു കൾച്ചർ ഡിഷിനുള്ളിൽ സ്ത്രീയുടെ ഒരു മെച്ചുറായിട്ടുള്ള അണ്ടം ഇട്ടിട്ട് ഓരോ അണ്ടത്തിന് ചുറ്റും ഓരോ ലക്ഷം ഓട്ടമുള്ള സ്പേംസ് അഥവാ ബീജങ്ങളെ നിക്ഷേപിച്ചിട്ട് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനുള്ളിൽ ഇത് വളരാൻ വേണ്ടി വെക്കുകയും അണ്ടബീജ സങ്കലനം, അതായത് ഫെർട്ടിലൈസേഷൻ മുതൽ ബീജം അണ്ടത്തിലോട്ട് ചേരുകയും അതിൽ നിന്നിട്ട് കോശങ്ങൾ ഒന്നൊന്നായി ഡിവൈഡ് ചെയ്ത് വരികയും എംബ്രിയോ ആവുകയും നാച്ചുറലി നടക്കുന്ന ഒരു മെത്തേഡാണ് IVF എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരുപടി മുന്നോട്ട് ഒരണ്ടത്തിനെ ഫിക്സ് ചെയ്ത് വെച്ച്, മൈക്രോസ്കോപ്പിനിടയിൽ ഒരണ്ടത്തിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഗുണമുള്ള ഒരു ബീജത്തിനെ അണ്ടത്തിനകത്തേക്ക് ഒരു മൈക്രോ നീഡിൽ വഴി ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ അഥവാ ICSI എന്ന് പറയുന്ന ടെക്നോളജി. പുരുഷവന്ധ്യതയ്ക്ക് IVF എന്ന ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് നടക്കാതെ വരുന്ന പുരുഷവന്ധ്യതയ്ക്ക് ഉള്ള ഉത്തരമായിട്ടാണ് ICSI അഥവാ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്ന ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പുരുഷവന്ധ്യതയ്ക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ICSI. IMSI എന്ന് പറയുന്നത് ICSI എന്ന ചികിത്സാ രീതിയുടെ ഒരു മോഡിഫിക്കേഷനാണ്. കുറച്ചുകൂടി പവറുള്ള, മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പിനകത്ത് സ്പേംസിനെ ഇതിലും പലവട്ടം മാഗ്നിഫിക്കേഷനിൽ കണ്ട് ഉള്ള സ്പേംസിൽ തന്നെ നല്ല സ്പേംസിനെ ചൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് IMSI എന്ന് പറയുന്ന മറ്റൊരു ചികിത്സാ രീതി. ഇതാണ് IVFും ICSIയും തമ്മിലുള്ള ജനറൽ ആയിട്ടുള്ള വ്യത്യാസം. ഇന്നും പല സ്ഥലങ്ങളിൽ ICSIയും IVFും രണ്ടും പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഓരോ കേസിലെ കിട്ടുന്ന എഗ്ഗിൻ്റെ നമ്പറും ക്വാളിറ്റിയും കേസിൻ്റെ പ്രീവിയസ് വിജയപരാജയ സാധ്യതകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ടീം IVFിലൂടെ പോകണോ ICSIയിലൂടെ പോകണോ എന്ന് എംബ്രിയോളജി ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നത്. ഇതാണ് ജനറലി എന്താണ് IVF, എന്താണ് ICSI എന്ന് പറയുന്നതിലുള്ള വ്യത്യാസം. ഇന്നത്തെ കാലത്ത് IVF ചികിത്സാ രീതി, ഞാൻ IVF എന്ന് ബ്രോഡായിട്ട് പറയുന്നേ ഉള്ളൂ, ടെസ്റ്റ് ട്യൂബ് ചികിത്സാ രീതി വളരെയധികം മുന്നിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ദശകം ഓൾമോസ്റ്റ് 2 decades ആയിട്ട് കേരളത്തിൽ സുലഭമായി ലഭിക്കുകയും ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് ചിലവേറിയതുമായിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബ് ശിശു. എന്നാൽ ഇന്ന് 20 വർഷം താണ്ടി നമ്മൾ ഇന്ന് 2024 സംസാരിക്കുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ വരെ ഇന്ന് ഈ IVF ചികിത്സാ സമ്പ്രദായം അവൈലബിൾ ആയിട്ടുണ്ട്. ധാരാളമായിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, ആശുപത്രികളിലും ആശുപത്രി അല്ലാത്ത സ്റ്റാൻഡ് അലോൺ ക്ലിനിക്സിലുമായിട്ടും ഈ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലും IVF ചികിത്സ ഇന്ന് കോമൺലി അവൈലബിൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ദശകങ്ങൾ കൊണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചികിത്സാ സമ്പ്രദായം ഒത്തിരി അധികം ലളിതമായിട്ടുണ്ട്. മുന്നത്തെ അത്രയും കോംപ്ലിക്കേഷൻസ് അല്ല. മുന്നത്തെ അപേക്ഷിച്ച് സേഫായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളിലാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുക. പേഷ്യൻസിന് സൈഡ് എഫക്റ്റ് ഇല്ലാതെ വേദനരഹിതമായിട്ട് അധികം നാൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കാതെ, അവധിയെടുക്കാതെ, അവരുടെ റുട്ടീൻ ദൈനംദിന ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്താതെ ഉള്ള ഒരു ചികിത്സാ രീതികളാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ ചികിത്സാ രീതിയല്ല IVFിനുള്ളിൽ ഫോളോ ചെയ്യുന്നത്. ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ അളവ് വേറെ, ഉപയോഗിക്കേണ്ട ഡോസേജസ് വേറെ, എടുക്കേണ്ട ദിവസങ്ങൾ വേറെ. അതായത് ഓരോ ദമ്പതികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് നമ്മൾ IVFിൽ ഫോളോ ചെയ്ത് വരുന്നത്. ചികിത്സാ ടീമിന് മേളിലുള്ള വിശ്വാസ്യതയും ചികിത്സയിലുള്ള സുതാര്യതയും ദമ്പതികളുടെ പരസ്പര വിശ്വാസവും കുടുംബത്തിൻ്റെ സപ്പോർട്ടും
IVF ചികിത്സാ വിജയത്തിന് അനിവാര്യമായി ധാരണയുള്ള IVF ICSI ചികിത്സാ രീതികളിൽ വന്നിട്ടുള്ള കുറച്ച് അഡ്വാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും സാധാരണ ആൾക്കാർക്ക് IVF ചെയ്താൽ ഇരട്ടകൾ അല്ലെങ്കിൽ 3 കുട്ടികൾ 4 കുട്ടികളൊക്കെ കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കും. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മൾ തിരിച്ച് നിക്ഷേപിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കാട്ടിലും 2 or 3 ഭ്രൂണങ്ങളെ നമ്മൾ ഗർഭപാത്രത്തിനുള്ളിൽ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാറുണ്ട്. ഒരു കുഞ്ഞെങ്കിലും പിടിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ 2 അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങളെ തിരിച്ച് നിക്ഷേപിക്കുക. ഇങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ചില സ്ത്രീകളിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണങ്ങൾ ഗർഭപാത്രമായിട്ട് ഒട്ടുകയും അതിനുള്ളിൽ ഇരുന്ന് വളരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് IVF സമ്പ്രദായത്തിൽ 2 അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ, ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ്, ചിലപ്പോൾ 4 കുഞ്ഞുങ്ങൾ, ക്വാഡ്രുപ്ലെറ്റ്സ് വരെ ഉണ്ടാവുക. എന്നാൽ ഇതൊരു കോമൺ നിയമമല്ല. പലരും ചോദിക്കും നമുക്ക് 2 കുട്ടികളെ വേണം, 3 കുട്ടികളെ വേണം. ഒറ്റേ ഉള്ളൂ, ഒരെണ്ണമെങ്കിലും പിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ 2 or 3 നിക്ഷേപിക്കുക. എത്ര ഭ്രൂണങ്ങൾ കിട്ടുന്നു, എത്ര എംബ്രിയോ നമുക്ക് കിട്ടുന്നു, അതിൻ്റെ ക്വാളിറ്റി എന്ത് എന്ന് കണക്കാക്കിയാണ് നമ്മൾ ഇത് തിരിച്ച് നിക്ഷേപിക്കുക. അപ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ആൾക്കാർ പറയും IVF ചെയ്ത് 2 കുഞ്ഞുങ്ങളെ കിട്ടി, സന്തോഷം. പക്ഷേ ഈ സന്തോഷത്തിലോട്ട് എത്താനായിട്ട് കടന്നു പോകേണ്ട സ്റ്റേജസ് വളരെ വളരെ കഠിനമാണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻസ് അഥവാ ട്രിപ്ലെറ്റ്സ്, അതായത് അല്ലെങ്കിൽ ഹയർ ഓർഡർ പ്രഗ്നൻസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഗർഭകാലമാണ്. അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിവതും തിരിച്ചു വയ്ക്കുന്ന ഭ്രൂണങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ്, ഏറ്റവും നല്ല കുറവ് ഭ്രൂണങ്ങൾ മാത്രം വയ്ക്കാനാണ് നമ്മൾ നോക്കുക. കഴിവതും സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ, നല്ല ഒറ്റ എംബ്രിയോ മാത്രം വെച്ചിട്ട് അത് ഗർഭപാത്രം സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കുകയാണ് ഏറ്റവും ഐഡിയലായിട്ട് ചെയ്യേണ്ട കാര്യം. ഭ്രൂണങ്ങളുടെ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2ാം ദിവസത്തെ ഭ്രൂണം, 4 സെല്ലിൻ്റെ ഗ്രോത്ത് മാത്രമുള്ള ഭ്രൂണം എംബ്രിയോ, 4 സെൽ എംബ്രിയോ, 3ാം ദിവസം വളർച്ചയുള്ള 8 സെല്ലുള്ള എംബ്രിയോ, 4ാം ദിവസം വളർച്ചയുള്ള മോറില, 5ാം ദിവസം വളർച്ചയുള്ള ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ 4 സ്റ്റേജിലുള്ള എംബ്രിയോസാണ് നമുക്ക് തിരിച്ച് നിക്ഷേപിക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പിടിക്കാൻ, അതായത് ഗർഭധാരണം സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് 5ാമത്തെ ദിവസം വളർച്ചയുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഭ്രൂണങ്ങളാണ്. അപ്പോൾ ലബോറട്ടറി കണ്ടീഷൻസിൽ വന്നിട്ടുള്ള നൂതനമായ ഡെവലപ്മെൻറ്റും കൾച്ചർ മീഡിയയിലും കൾച്ചർ മെത്തേഡ്സിലും വന്നിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സിലും വന്നിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും കാരണം ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് Day 5 വരെ വളർച്ചയുള്ള ഭ്രൂണങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൾച്ചർ ചെയ്ത് എത്തിക്കാനും അവയെ തിരിച്ച് നിക്ഷേപിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ, ഗുണമുള്ള ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് വയ്ക്കുക, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് മദറിനും ആ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് ഒന്ന്. രണ്ടാമത്തത്, ജനിതകമായിട്ടുള്ള പല അസുഖങ്ങൾ, ജനറ്റിക് ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ ക്രോമസോമൽ ലിങ്ക്ഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും കാരണം ഒരു സ്ത്രീക്ക് പലവട്ടം അബോർഷൻ ആവുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇങ്ങനെ അസുഖങ്ങളുള്ള വ്യക്തികൾ വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ഈ അസുഖങ്ങൾ ബാധിക്കാതിരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ IVF ചെയ്യുമ്പോൾ ഗർഭപാത്രത്തിനുള്ളിൽ തിരിച്ച് നിക്ഷേപിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഭ്രൂണങ്ങളിൽ ജനറ്റിക് ടെസ്റ്റുകൾ, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തിയിട്ട് ആ അസുഖത്തിന് കാരണമായിട്ടുള്ള ജനിതക ഘടന ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ല ഭ്രൂണങ്ങളെ മാത്രം സ്വീകരിക്കുകയും ജനിതകമായി ബാധിച്ചിരിക്കുന്ന ഭ്രൂണങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചികിത്സാ രീതി മുന്നോട്ട് പോയിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് സഹായിക്കാൻ ധാരാളമായി സഹായിക്കും. ഇതേപോലെ മറ്റൊരു കൂട്ടമാണ് റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ്. പലവട്ടം അബോർഷൻസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ അനുഭവിക്കുന്ന ഒട്ടനവധി കപ്പിൾസ് ഉണ്ട്. അവർക്കും ഈ ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് വെച്ചിട്ട് ധാരാളമായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിവുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി പൊതുജനം അറിഞ്ഞിരിക്കേണ്ട IVF ചികിത്സാ രംഗത്തെ മറ്റൊരു പ്രധാനമായ മാറ്റമാണ് 2022 ഭാരത സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നോളജി റെഗുലേഷൻ ആക്ട്, അതായത് ART നിയമം 2022 പ്രാബല്യത്തിൽ വന്നിട്ടുള്ള. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ, അത് ലെവൽ 1 ആകാം, ലെവൽ 2 ആകാം, ലെവൽ 3 ആകാം, IVF ബാങ്കുകൾ, ഇതെല്ലാം ഈ നിയമത്തിൻ്റെ അധീനതയിൽ മാത്രമേ ഇന്ന് പ്രവർത്തിക്കാൻ
കഴിയുകയുള്ളൂ. IVF ചികിത്സാ രംഗത്ത് വന്നിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഇന്ന് സർക്കാർ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഒട്ടനവധി ഭേദഗതികളുണ്ട്. എന്നാൽ പൊതുജനം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആണ് പ്രായം. എപ്പോൾ ആണ് ഒരു യുവതിക്കോ യുവാവിനോ വന്ധ്യതയ്ക്ക് ചികിത്സ ആരംഭിക്കാൻ പറ്റുന്നത്? എപ്പം വരെയാണ്, ഏത് പ്രായം വരെയാണ് നിങ്ങൾക്ക് ചികിത്സ തേടാൻ പറ്റുന്നത്? ഇത് പലർക്കും അറിയില്ലാത്തൊരു വിവരമാണ്. മുന്നേ വിവാഹം കഴിച്ച് ലീഗലി പ്രായപൂർത്തിയായി വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഏത് പ്രായത്തിൽ 18 വയസ്സിന് ശേഷമുള്ള ഏതൊരു സ്ത്രീക്കോ പുരുഷനോ കുഞ്ഞുങ്ങളാവുന്നില്ല എന്ന് പറഞ്ഞ് ചികിത്സ തേടുകയും ചികിത്സ സ്വീകരിക്കുകയും ചെയ്യാം. എന്നാൽ ഇന്ന് മിനിമം ഏജ് ഫോർ സീക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഇസ് 21. അതായത് 21 വയസ്സിൽ താഴെ പ്രായമുള്ളവർ നേരത്തെ വിവാഹം കഴിച്ചിട്ടും ട്രൈ ചെയ്തിട്ടും ഗർഭം ധരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 21 വയസ്സാകാതെ, കുറഞ്ഞത് 21 വയസ്സാകാതെ സ്ത്രീക്കും പുരുഷനും ചികിത്സ ആരംഭിക്കാൻ കഴിവുള്ളതല്ല നിയമപരമായിട്ട്. മാത്രമല്ല, പലപ്പോഴും പണ്ട് കണ്ടുവന്നിരുന്ന പ്രവണത പല ചികിത്സാ രീതികൾ സ്വീകരിച്ചിട്ട് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ കാത്തിരുന്ന് കിട്ടാണ്ട് വരുമ്പോഴോ പ്രായാധിക്യം ആയതിനു ശേഷം ചികിത്സ തേടുകയും വളരെ സാധാരണമായിരുന്നു. നിങ്ങളും പത്രത്തിൽ ഒരുപക്ഷെ ഒട്ടനവധി റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. 64 വയസ്സായ സ്ത്രീ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, 70 വയസ്സായ സ്ത്രീ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഇങ്ങനത്തെയുള്ള പ്രവണതകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ വരുന്ന പ്രശ്നങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഒരു അപ്പർ ലിമിറ്റ് ഏജിന് എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് ചികിത്സ തേടാം എന്നുള്ളതിനും നിയമം വ്യക്തമായിട്ടുള്ള നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. പുരുഷന് 55 വയസ്സിന് മുകളിലോ സ്ത്രീക്ക് 50 വയസ്സിന് മുകളിലോ ചികിത്സ തേടാൻ കഴിയുകയില്ല. അതായത് മാക്സിമം ഏജ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന മാക്സിമം ഏജ് എന്ന് പറയുന്നത് പുരുഷന് 55 വയസ്സും സ്ത്രീക്ക് 50 വയസ്സുമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കും. ഇതാണ് പൊതുജനം ഈ നിയമത്തിലുള്ള വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭേദഗതി. അന്ധമായ കാത്തിരിപ്പുകളല്ല, പ്രതീക്ഷയോടുള്ള ചികിത്സാ രീതികളായിരിക്കട്ടെ വന്ധ്യത എന്ന തീരാവേദനയിൽ ജീവിക്കുന്ന ഒട്ടനവധി ദമ്പതികൾക്ക് പ്രതീക്ഷ നൽകുക.